ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. അപ്പൊ ഞങ്ങള് ട്രിപ്പ് പോണേട്ടോ. അപ്പൊ വേറെ എവിടെയല്ല, മിനി സ്വിറ്റ്സർലാൻഡിലേക്കാണ് ട്ടോ. അപ്പൊ കാടിന്റെ ഉള്ളിൽ കൂടിയാണ് ട്ടോ പോകുന്നത്. തേക്കൊക്കെ ഉണ്ട് നിറച്ച്. അപ്പൊ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ എടുത്തോണ്ടിരിക്കുമ്പോ ഒരു പോലീസ് ഓഫീസർ പറഞ്ഞു, അയ്യോ അവിടെ ആന ഇറങ്ങണ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ എളുപ്പം തന്നെ വണ്ടിക്ക് നേരെ വിട്ടിട്ട് പേടിച്ച്. അപ്പൊ അതെ സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ട് നമ്മളെ കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് ആണ് ട്ടോ. അപ്പോ ഇത് തട്ടേക്കാട് പക്ഷിക്ഷേത്രം ഇല്ലേ, അപ്പൊ അവിടെ നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മളെ മിനി സ്വിറ്റ്സർലാൻഡ്. ഫുള്ളായിട്ട് എടുക്കാൻ എന്താ. അപ്പൊ ഇത് റീല് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ഇൻസ്റ്റയിലെ റീലില് കുറെ ഉണ്ടല്ലോ മിനി സ്വിറ്റ്സർലാൻഡ്. അപ്പൊ നല്ല ഭംഗി അതേ കണ്ടപ്പോ അങ്ങനെ ഞങ്ങൾ വന്നതാണ് ട്ടാ. അപ്പൊ വന്നപ്പോ നല്ല ഭംഗിട്ട്. അപ്പൊ അതിന്റെ ഉള്ളിലേക്കാണ് കൂടുതൽ ഭംഗി. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ട്ടോ, കാരണം നല്ല ഫണ്ണി ആയിട്ടുള്ള വീഡിയോ ആണ്. നല്ല അടിപൊളി ട്രിപ്പാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ട്ടോ കൂട്ടുകാരെ. പിന്നെ ലൈക്ക് അടിക്കണേ, കുറച്ചാകുമ്പോഴത്തേനും ഒന്ന് ലൈക്ക് അടിക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഒന്ന് അറിയിക്കണം, കമന്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പൊ നമുക്ക് അതിന്റെ അകത്തേക്ക് പോയാലോ? അപ്പൊ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വരണോട്ടോ, അധികം ദൂരമൊന്നും ഇല്ല. അവിടെ പോവാം നമുക്ക്. രസമുണ്ട്. ഇതിന്റെ ഈ പാലത്തിന്റെ മോളിൽ കൂടി കേറ്. ഫോട്ടോ എടുക്കാനാണോ? നിങ്ങൾ രണ്ടുപേരും കൂടി നിക്ക്, നോക്കി കേറട്ടാ. ശമ്പളത്താക്ക് മേടിക്കണ്ട, ഷൂ ആണ് ഇട്ടേക്കണ. എനിക്ക് വേണ്ടി അവധി കൂടി കേറാൻ. അപ്പുറത്തെ കിടക്കണല്ലേ? ഏതായും അതാവോ. അല്ല, ഞാൻ കയറാനായിട്ടാ പാട്. എനിക്ക് ഹീലുള്ള ചെരുപ്പ. അല്ലാന്നേ ഹീലുള്ള. ആ ഇത് ഈ ചെരുപ്പിട്ടാണ് ഷൂ ആണെങ്കിൽ നോക്കരുത്. ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ. ഇത് കുളിക്കണോ? വിളിച്ചവളെ കുണ്ടുവിനെ വിളിച്ചേ. കുണ്ടു പറയുന്നത് കുളിക്കണ. അതില് കാലിട്ട് കളിക്കാ. ഇതിൽ കുളിക്കണവാ, സോപ്പൊന്നും വേണ്ടവാ. ഇറങ്ങി നമുക്ക്. ഇത് പുല്ല് തന്നെ നല്ല ചെളിയാണ്. പുല്ലാണത്. അല്ല, അതിന്റെ അടിയിൽ ചെളിയാണ്. സേഫ്റ്റി ആയിട്ട് ഷൂ ഒക്കെ ഇട്ട് വന്നിട്ടേ ചെളിയില്. ആ നല്ല ഒപ്പം വെട്ടി വെച്ചാ മതിയല്ലേ. ആ പൊക്കത്തേറായിരുന്നല്ലേ. ആ പൊക്കത്ത് ഇങ്ങോട്ട് എടുത്താലോ? അപ്പൊ ഇവിടെ അല്ലേ നല്ല ഭംഗിയില്ലേ? നല്ല രസമുണ്ട്. അറ്റത്തേക്ക് പോവാട്ടാ. ഏതായാലും വന്നല്ലേ, നല്ല സ്ഥലം. ആ കളിക്ക് കളിക്ക്. ആരോടൊപ്പം തുള്ളുന്നു, നീനോടൊപ്പം നീന്തുന്നു. ആരും അതിലേക്ക് വീണാൽ ഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ. എടുക്കട്ടെ. ആ ഇവിടെ നല്ല വെള്ളം. ഇതേ കൂടി നേരെ നേരെ അതിലേക്ക്
ഇവിടെ നോക്കിട്ടാറില്ല, എന്റെ ചെരുപ്പാണ് എനിക്ക് പേടി. ചൂട്ടാ മതിയായിരുന്നു ഇപ്പൊ തോന്നുന്നു. മറ്റേ ഞാൻ കഴുകിയിട്ടില്ലാന്ന് എന്റെ ഷൂവേ. അതാണ് ഈ ചെരുപ്പാണ് പാട്, മറ്റേ ഷൂ ഇട്ടാ മതിയായിരുന്നു. ഞാൻ നിന്റെ അടുത്ത് ചൂടാനല്ലേ പറഞ്ഞത്. അതിന്റെ ഷൂ ചീത്തായിരിക്കണല്ലേ, അതാ കൊണ്ടുവന്നോടിനെ ഊരിയിടരുത്. ചെന്നോടിനൊന്ന് കഴുകി തുടച്ചിട്ട് എടുത്ത് വെക്കണം. പുറത്തിട്ടേക്കണത് ദേ ഇവിടെ ഇരുന്നിട്ട് എടുക്കായിരുന്നല്ലേ ആ പാറമ്മയൊക്കെ. ചാടിക്കിടക്കാൻ പറ്റൂലേ? ആ അത് ശരിയാണ്, നനയും. ഊരെങ്കി ഊരാലാ ആ ഇവിടെ നല്ല രസമുണ്ട് കേട്ടാ. വെറുതെ അങ്ങോട്ട് നമ്മ കണ്ട പുഴയില്ലേ, അതാണ് ഈ വന്നത്. കണ്ട നമ്മ അവിടുന്ന് കണ്ടില്ലേ? ഞാൻ സേഫ്റ്റി ആയിട്ട് ഇന്ന മോളിക്കൂടെ അവിടെ പോയി കണ്ട പാമ്പുണ്ട് അവിടെ. അവിടെ കൈതന്റെ ആണ്. ഇങ്ങോട്ട് വാ, അപ്പുറത്തേക്ക് കിടക്കണം. അപ്പുറത്തേക്ക് കിടക്കുമ്പോ ഷൂ തന്നെ വിട്ട് എന്തായാലും. ആ അതെ, ഇതിൽ കൂടി കേറാ, വെല്ലിക്ക പോണതിൽ കൂടി കേറാ. വെല്ലിക്ക പോണതിൽ കൂടി ഷൂ നനയാണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ വീഡിയോ എടുക്കാം, അളിയൻ ഫോട്ടോ എടുക്കും. വേണ്ട ചെരുപ്പൂതിയാ, നിങ്ങൾ ചെരുപ്പൂതിയാ. ഇതീ കൂടി കിടക്കാൻ നോക്കിയപ്പോ നോക്കിയാ കണ്ട നല്ല ഒഴുക്കുണ്ട്. പിന്നെ ഞാൻ ഹീലുള്ള ചെരുപ്പായിട്ട് വെച്ച, അപ്പൊ അതീ കൂടി അങ്ങോട്ട് കടക്കാനും പാടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു വെല്ലിക്കൊക്കെ പോയ ആ വഴി കൂടി പോയാലോ. അപ്പൊ ആ പാറ അങ്ങോട്ട് ചാടി ചാടി കടന്നാ മതിയല്ലോ എന്ന് ഓർത്തിട്ട് വന്നതാണ്. അപ്പതേ കടന്നവരാണ് അല്ല ഇവിടെ തന്നെ നിങ്ങതേ കുടിക്കണം. അതിലെ വന്നോ മതിയായിരുന്നില്ലേ, വരണ്ടായിരുന്നു. അതിപ്പോ കയ്യിലോട്ടോ ചിട്ടി കൂടി എങ്ങനെ കിടക്കും. അപ്പുറത്തെ കൂടെ വരാം അല്ലേ, അപ്പുറത്തെ കൂടെ വരാം. ഇതിലിറങ്ങിയിട്ട് ഇതിലങ്ങ് ചവിട്ടിയാൽ മതി. എന്താ അവിടെ ഒഴുക്കുണ്ടല്ല, അവിടെ അല്ല, അവിടെ ചവിട്ട്. ആ പിന്നെ കുളിക്കാനാ ചാടിക്കടന്നപ്പോ അതെന്താന്ന് ഒഴുക്ക്, ഞാനോർത്ത് എന്നെ ഒഴുകിപ്പോ എല്ലാത്തിനും ഒഴുകി പോണത്. അയ്യോ അമ്മയെ പോയേ, അപ്പൊ അത് എടുത്താ മതിയായിരുന്നു. കളിയാക്കിട്ടാണ് നിങ്ങള്. ഇല്ല, ഞാൻ കിടക്കാൻ വേണ്ടി കളിയാക്കി വീഴും വീഴും പറഞ്ഞു. ഞാൻ അപ്പൊ ഇവർക്ക് ചെറുത് കൂടി പോയതാ അങ്ങോട്ട്. ആ ഞാൻ റീൽ എടുക്കണ നമുക്ക് എടുത്താലാ റീല്. അതല്ല നമുക്ക് ഗ്രൂപ്പായിട്ട്. അയ്യോ നോക്കി ഭയങ്കര ചൂടാണേ, എനിക്ക് ഇതൊന്നും പറ്റണില്ല. ചുമലത്താൻ്റെ അതല്ലേ, ആ അതാണ് രാത്രി
ഹായ് മക്കളെ, ഇതാണ് മോനെ സ്വിറ്റ്സർലാൻഡ്. നല്ല മല ബ്ലോഗിൽ എടുത്താളിയന് ഇത് ഷോർട്ട് ആക്കട്ടെ. അതല്ല ഊട്ടിപ്പട്ടണം, അത് അടിച്ചെടുത്തത് ഊട്ടിപ്പട്ടണ സോങ് വെല്ലിക്കയും ശംലത്തേം കൂടി മറ്റേ കിലുക്കത്തിലെ പാട്ടിലെ ഊട്ടിപ്പട്ടണം, ആ രേവതി മോഹൻലാലിന്റെ. അപ്പൊ അതിന്റെ ഒരു റീൽ എടുക്കണേട്ടാ, പാട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതെടുക്കാത്തത്. കോപ്പിറൈറ്റ് കിട്ടുമല്ലോ. അപ്പൊ നന്നായിട്ട് കളിച്ചിട്ടാ രണ്ടുപേരും. അല്ല വല്ല കുഴിയുണ്ട് ഇതുണ്ടെങ്കിൽ അറിയൂലേ. ഈ സൈഡിൽ കൂടെ പോയി വരമ്പേക്ക് പോവാ. ഇവിടെ മതിയല്ലേ, ഇവിടെ മതി. ശമ്പളത്ത് ആരും ഇല്ലല്ലോ. കിട്ടും അപ്പൊ ഇതൊക്കെ ഇതൊക്കെ കിട്ടും. പാട്ടോട്ടെ പാട്ടവിടെ നിന്ന് പാട്ട് ഭാവിയോ ഇവിടെ തന്നെ ഉണ്ട്. ആ പാട്ട് ആദ്യം എങ്ങനെ ഭാവിയിൽ നടക്കണ്ട. പുറകിലോട്ട് പോയി വല്ല കൊടുക്കാൻ പോയി. സംവിധായകന്മാരെ ക്യാമറമാനോടൊപ്പം മേക്കപ്പ് മാൻ പിന്നിലുണ്ട്. പിന്നെ ശംലത്തെയും അളിയനും കൂടി ഒരു റീൽ എടുത്തിട്ടാ. നല്ല രസമായിരുന്നു, കോമഡി ആയിരുന്നിട്ട് നല്ലൊരു ട്രിപ്പായിരുന്നു, അടിപൊളി ട്രിപ്പ്. ഇനിയും ഉണ്ടിട്ട് നല്ല നല്ല വിശേഷങ്ങൾ. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഞാൻ കേറി വന്നോളെ പാട്ടില്ലേ അത് കേറി വന്നോളെ. ബാക്കി മാത്രം മതി, ഫ്രണ്ടിലേക്ക് റീൽ എടുക്കണ സമയത്ത് നല്ല ചിരിയായിരുന്നിട്ട. ചിരി സഹിക്കാൻ പറ്റണ്ടായിരുന്നില്ല നമുക്ക്. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പുറത്തെ വശത്തേക്ക് പോണേട്ട. അപ്പൊ നമ്മ അപ്പുറത്തെ കുത്തൊഴുക്കിന്റെ ആ പാറില്ല, അതേ കൂടി ഞാൻ കടന്നില്ല കേട്ടോ. ഞാൻ ഇപ്പുറത്ത് കൂടി വെള്ളത്തിൽ കൂടി നടന്ന് ഇങ്ങോട്ട് വന്ന് ജീൻസൊക്കെ നനഞ്ഞാലും കുഴപ്പമില്ലാന്ന് ഓർത്തിട്ടാ. കാരണം പേടിയായി, കാരണം സ്ലിപ്പാണ്ട് അവിടെ. സൂക്ഷിച്ചണം കിടക്കാനായിട്ട്. ചെമ്പരത്ത ഷൂ ഇട്ടേക്കണ കാരണം മറ്റേ അതിൽ കൂടി തന്നെ ചാടി കടന്ന് ഒരു കൊച്ച് സഹായിക്കാനായിട്ട് ഇപ്പുറത്തേക്ക് കടക്കാനായിട്ട്. അതാണ് പിന്നെ ഷൂ നനഞ്ഞില്ല. അപ്പൊ ഞങ്ങള് ഇനി സർബത്ത് കുടിക്കാലോ എന്ന് ഓർത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മ 4 പേരും കൂടി ഒരു റീൽ എടുക്കാന്ന് വിചാരിച്ചു. അത് അപ്പുറത്തെ വശത്ത് നിന്ന് എടുക്കാന്ന് ഓർത്തിട്ടാ. അപ്പൊ അതായത് നമ്മള് നാരങ്ങുളം കുടിക്കാൻ വേണ്ടി ഇരിക്കണേണ്. ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ രണ്ടാമത്തെ ഞാൻ കുഴിയിലോട്ട് അങ്ങോട്ട് വരണ്ടാന്ന് ഒന്ന് കാണിച്ചു കൊടുക്കാം. അതാ പറഞ്ഞത് കാണിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള മ്യൂസിക് എങ്ങനെ അങ്ങനെ മതി. ഇവരെ ഇഷ്ടത്തിന് കളിക്കട്ടെ. അത് മതി. അത് മതി. ഇത് നമുക്ക് കിട്ടും. ഇങ്ങനെയല്ലേ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളല്ലേ സ്റ്റെപ്പ് ഒരു അപ്പൊ 4 പേരും കൂടി ചെറിയൊരു സ്റ്റെപ്പ് ഇട്ട്, സിമ്പിൾ സ്റ്റെപ്പാണ് നമ്മ എടുത്തത്. അപ്പൊ ഞാൻ അതിന്റെ റീല് ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി ലൈക്ക് അടിക്കണം കേട്ടാ, കമന്റ് ഒക്കെ അറിയിക്കണം കേട്ടോ കൂട്ടുകാരെ. എന്നാലേ നമുക്ക് പിന്നെ വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഞങ്ങള് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കണേണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എന്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇനി അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.